നമ്മൾ തേങ്ങ എയർ ഫ്രൈ ചെയ്യുമ്പോൾ മേലത്തെ ഫാൻ കൊണ്ട് ഇത് നന്നായിട്ട് പറക്കും. അപ്പം ഞാൻ ആദ്യം ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തായിരുന്നു. പക്ഷെ ഇച്ചിരി കൂടെ കട്ടിയുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഇത് പറന്നു പോകത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വെച്ച ടൈം 175 ആയിരുന്നു. ഒരു 145 വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ തന്നെ തേങ്ങ വയ്ക്കാം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചതുണ്ട്, തേങ്ങ താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ആ ഗ്രില്ല് വെച്ചു. എന്നപ്പോൾ തേങ്ങ മേലേക്ക് പറന്നിട്ടില്ല. പക്ഷെ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കണ്ടോ, തേങ്ങ താഴെ ഇട്ട് ഗ്രില്ല് മേലെ വെച്ച് കൊടുത്തു. അതേ തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ എയർ ഫ്രയറിൽ. അപ്പോൾ ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇതാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷനിലാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഒരു 3 മിനിറ്റ് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാ തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരം വെച്ചാൽ ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ നന്നായിട്ട് തേങ്ങ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇച്ചിരി കൂടെ കളർഫുൾ ആവും, ഇച്ചിരി കൂടെ നമുക്ക് ഒരു ഗോൾഡൻ കളറിൽ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാകത്തിനെടുത്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രില്ല് വെച്ചിട്ട് എനിക്ക് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. മറ്റേ പേപ്പറിലൊക്കെ വയ്ക്കുമ്പോൾ കാറ്റ് കാരണം പേപ്പർ പറന്നു പോവാണ്. ഈ ഒരു എയർ ഫ്രയറിൽ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഇനി വേറെ എയർ ഫ്രയറിൽ അങ്ങനെ പറ്റുമോയെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഇത് ശരിക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അത് നമുക്കൊരു തവയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്.